Hello my dear friends, welcome to our channel Kannur's Kitchen. ഞാൻ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമുക്ക് ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ഓയിൽ നമുക്ക് നഷ്ടമാവും അല്ലേ? പക്ഷെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ചിക്കൻ ഫ്രൈയിൽ ആകെ 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ തന്നെയും വളരെ നല്ല ക്രിസ്പി ആയ ചിക്കൻ ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കാണുന്നില്ലേ, നല്ല ക്രിസ്പി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വളരെ കുറഞ്ഞ ഓയിലിൽ നല്ലൊരു ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. എന്നതിന് ശേഷം കൈവച്ച് തന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുകയാണ്. ഓയിൽ ചൂടായതിന് ശേഷം ആദ്യം ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ചതച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആവണം. ഇനി നമുക്ക് 3 പച്ചമുളക് നെടുക കീറിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതും 1 മിനിറ്റ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഈ സമയം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമാണ് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് സോട്ട് ചെയ്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ആണ് ചേർക്കേണ്ടത്. അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരു 2 മിനിറ്റ്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടാണുള്ളത്. ഇനി ചിക്കൻ നല്ലപോലെ വെന്ത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ ചിക്കൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണിത്, അത് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണിത്, അതുകൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ നല്ല മുരിഞ്ഞു വരുന്നത് വരെ തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ചിക്കൻ നല്ലപോലെ മുരിഞ്ഞു വരുന്നുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുവാണ്. നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇത്. ഇനി ആ ബ്രൗൺ കളർ ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും സമയം കൂടെ ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. ചിക്കൻ നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞു, കണ്ടില്ലേ? ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. വളരെ കുറഞ്ഞ ഓയിലിൽ എങ്ങനെയാണ് ഇത്ര ക്രിസ്പിയായ ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും കുബൂസിനും റൊട്ടിക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.